സന്തോഷത്തിൻ്റെ സദ്വാർത്ത 105-ാം എപ്പിസോഡ്. പ്രേക്ഷിത ദൗത്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന യേശു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള 6-ാം ഞായറാഴ്ച ആരാധനക്രമ വത്സരത്തിലെ അവസാനത്തെ കാലം സ്ലീബാകാലം. സ്ലീബാകാലത്തിലെ അവസാനത്തെ ഞായറാഴ്ച ദൈവരാജ്യ പ്രഘോഷണത്തിനുള്ള യേശു ദൗത്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന സാർവത്രിക സഭയുടെ മിഷൻ ദിന ആഹ്വാനം. മിഷൻ ദിന സ്തോത്രകാഴ്ചയും കവർ സംഭാവനയും സാർവത്രിക സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിലുള്ള നമ്മുടെ പങ്കുചേരലാണ്. യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും തിരുസഭയുടെയും ദൗത്യം പ്രേക്ഷിത ദൗത്യമാണ്, ദൈവരാജ്യ പ്രഘോഷണമാണ്. തിരുസഭ ഇന്നത്തെ വിചിന്തനത്തിനായി നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവീൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 3 കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിന് ആകെ 16 അധ്യായങ്ങളേ ഉള്ളൂ. 3 കാര്യങ്ങൾ അതിൽ പ്രത്യേകമായി വിവരിക്കുന്നുണ്ട്. 1, യേശുവിൻ്റെ പുനരുത്ഥാനം. 2, ഉത്ഥിതനായ യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടൽ. 3, യേശുവിൻ്റെ സ്വർഗാരോഹണം. മർക്കോസിൻ്റെ സുവിശേഷത്തിന് ആദിമ സഭ നൽകുന്ന ഉപസംഹാരം എന്ന ഭാഗത്താണ് 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നത്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഉത്ഥിതനായ യേശു പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൻ്റെ സംക്ഷിപ്ത വിവരണത്തിന് ശേഷമാണ് ശിക്ഷകണത്തിന് പ്രേക്ഷിത ദൗത്യം നൽകുന്ന ഈ തിരുവചന ഭാഗം നാം കാണുന്നത്. മഗ്ദലേന മറിയത്തിൻ്റെയും പുരുഷന്മാരായ ശിഷ്യന്മാരുടെയും യേശു ഉയർത്തു എന്നുള്ള സാക്ഷ്യം സ്വീകരിക്കാതിരുന്ന ശിഷ്യന്മാർക്കാണ് യേശു വീണ്ടും പ്രത്യക്ഷനാകുന്നത്. മർക്കോസ് സുവിശേഷ വിവരണമനുസരിച്ച് ഉയർപ്പ് ഞായറാഴ്ച വൈകുന്നേരമാണ് യേശു 11 ശിഷ്യന്മാർക്കായി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോസ്തോലന്മാർ ദൗത്യവാഹകരാണ്, അയക്കപ്പെടുന്നവരാണ്, ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് എന്ന അർത്ഥത്തിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ ഉയർപ്പിന് നേർസാക്ഷികളായി ഉത്ഥിതനായ യേശുവിനെ അവർ അനുഭവിച്ചു. ഭക്ഷണത്തിനിരിക്കുമ്പോഴുള്ള പ്രത്യക്ഷപ്പെടൽ ദൈവരാജ്യ വിരുന്നും പുതിയ നിയമ പെസഹായുമായ വിശുദ്ധ കുർബാനയെ അനുസ്മരിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ പ്രത്യേകത ഉത്ഥിതനായ യേശുവിൻ്റെ നിറസാന്നിധ്യമാണ്. തിരുശരീര രക്തങ്ങളിൽ സന്നിഹിതനാകുന്ന യേശു നിരന്തരം ആശംസിക്കുന്ന സമാധാനം ഉത്ഥിതൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയും
ഉത്ഥിതനായ യേശുവിൻ്റെ പ്രത്യക്ഷീകരണ അനുഭവം നമുക്ക് നൽകുന്നു. ഉത്ഥിതനായ യേശുവിൻ്റെ പ്രത്യക്ഷീകരണം യേശു ദൈവമാണെന്ന് സമർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ നമ്മെ സ്ഥിരീകരിക്കുന്നു. യേശു പ്രേക്ഷിത ദൗത്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. ഉത്ഥിതനെ കണ്ടിട്ടും വിശ്വസിക്കാത്തവർ വിശ്വാസരഹിതരും ഹൃദയ കാഠിന്യമുള്ളവരുമാണ്. യേശു വീണ്ടും പ്രത്യക്ഷനാകുന്നത് വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും കുറ്റപ്പെടുത്താനാണ്. വിശ്വാസരാഹിത്യവും ഹൃദയ കാഠിന്യവും ഉത്ഥിതനായ യേശുവിനെ അനുഭവിക്കുന്നതിനും യേശുവിൻ്റെ പ്രേക്ഷിത ദൗത്യം ഏറ്റെടുക്കുന്നതിനുമുള്ള വിലങ്ങുതടിയാണ്, അഥവാ മാർഗതടസ്സമാണ്. യേശു അനുഭവം വിശ്വാസ ജീവിതത്തിലുള്ള സ്ഥിരീകരണവും തിരുസഭയുടെ പ്രേക്ഷിത ദൗത്യത്തിലുള്ള പങ്കുചേരലുമാണ്. വിശ്വാസ ജീവിതത്തിന് അടിസ്ഥാനം ഉയർത്തെഴുന്നേറ്റ യേശുവിനുള്ള വിശ്വാസമാണ്. സുവിശേഷ പ്രഘോഷണത്തിനും പ്രേക്ഷിത ദൗത്യത്തിനുമുള്ള ഉത്തമ ബോധ്യവും ഉണർവും നൽകുന്നത് യേശു അനുഭവമാണ്. പ്രേക്ഷിത ദൗത്യം സ്വീകരിക്കുന്ന ശിഷ്യന്മാർ യേശുവിനെ അനുഭവിച്ചറിഞ്ഞവരായിരുന്നു. യേശു അനുഭവ സാക്ഷ്യത്തിൻ്റെ പിൻബലമാണ് ദൈവരാജ്യ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ കരുത്ത്. നീറോ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന മർക്കോസ് സുവിശേഷം ദൈവരാജ്യ പ്രഘോഷണ ദൗത്യം പ്രധാന പ്രമേയമായി അവതരിപ്പിക്കുന്നു. ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തിനും തിരുസഭയുടെ പ്രേക്ഷിത ദൗത്യത്തിനും പുറംതിരിഞ്ഞു നിൽക്കുന്ന ലൗകികത ഹൃദയകാഠിന്യമാണ്. ഹൃദയം കഠിനമാക്കുന്നവർക്ക് വിശ്വാസത്തിൽ വളരുന്നതിനോ യേശുവിനെ അനുഭവിക്കുന്നതിനോ തിരുസഭയാകുന്ന പ്രേക്ഷിത ഭൂമിയിൽ ദൈവരാജ്യ പ്രഘോഷണ സാക്ഷ്യം നൽകുന്നതിനോ സാധിക്കുകയില്ല. യേശുവിലേക്ക് തിരിയുക, ക്രിസ്തു മാർഗത്തിലായിരിക്കുക, തിരുസഭയോടൊത്ത് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുക, ദൈവരാജ്യ പ്രഘോഷണ ദൗത്യം ക്രിസ്തു നമ്മെ ഏൽപ്പിക്കുന്ന ദൈവിക ദൗത്യമാണ്. വിശ്വാസരഹിതരെയും ഹൃദയ കഠിനരെയും യേശു നിരന്തരം ശാസിക്കുന്നു. വിശ്വസിക്കുക, ഉയർപ്പിക്കപ്പെട്ട യേശുവിനെ കണ്ടവർ നൽകുന്ന സാക്ഷ്യം സത്യമാണ്. സത്യമായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പ്രേക്ഷിത ദൗത്യത്തിൻ്റെ സാർവത്രിക മാനം വെളിപ്പെടുത്തുന്നതാണ് ഹാബന്ത എന്ന ഗ്രീക്ക് പദം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാനുള്ള ആഹ്വാനമാണിത്. സുവിശേഷ പ്രഘോഷണത്തിനും സുവിശേഷം യഥാർത്ഥത്തിൽ പ്രഘോഷണത്തിനും ജീവിത സാക്ഷ്യത്തിനുമുള്ള സദ്വാർത്തയാണ്. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്ന ആഹ്വാനം പ്രത്യക്ഷത്തിൽ സുവിശേഷം ശ്രവിക്കുന്ന മുതിർന്നവരോടുള്ള ആഹ്വാനമാണ്. ഉത്ഥിതനായ യേശു ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ച ദൈവിക ദൗത്യമാണ് മാമോദീസ. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ഒരുവൻ ക്രൈസ്തവ സഭയിൽ അംഗമാകുന്ന പാവന കർമ്മമാണ് ഈ സ്നാനം. യോഹന്നാൻ്റെ അനുതാപത്തിനായുള്ള സ്നാനം ജലം കൊണ്ട് മാത്രമുള്ളതായിരുന്നു. ദൈവരാജ്യ പ്രവേശനത്തിനായുള്ള ജലത്താലും പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള ക്രിസ്തീയ മാമോദീസ പരികർമ്മം ചെയ്യാനുള്ള പ്രേക്ഷിത കൗദാശിക ദൗത്യം യേശു പരമേൽപ്പിച്ചത് ശിഷ്യന്മാരെയാണ്. വിശ്വസിക്കുകയും മാമോദീസ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട്
മുതിർന്നവർ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സദ്വാർത്ത, ദൈവരാജ്യ പ്രഘോഷണവും പ്രേക്ഷിത ദൗത്യവും രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുന്നതിന് തിരുസഭയിലെ മാമോദീസായിലേക്കുള്ള ക്ഷണവുമാണ്. സുവിശേഷം പ്രസംഗിച്ചിട്ടും വിശ്വസിക്കാത്തവർ ഹൃദയ കഠിനരാണ്. വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. ഹൃദയം കഠിനമാക്കുന്നവരെ ശിക്ഷാവിധി കാത്തിരിക്കുന്നു. ദൈവവചന പ്രഘോഷണത്തിൻ്റെ ആധികാരികതയെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളായിട്ടാണ് ആദിമസഭ ശിഷ്യരുടെ ഭാഷാവരത്തെയും പിശാചിനെ ബഹിഷ്കരിക്കുന്നതിനെയും തിരിച്ചറിഞ്ഞത്. ശിഷ്യന്മാരുടെ ഭാഷാവരത്തെക്കുറിച്ചുള്ള ഏക സുവിശേഷ ഭാഗം ഇതാണ്. പാമ്പുകളിൽ നിന്നും വിഷദ്രാവകങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണം സൂചിപ്പിക്കുന്നത് പ്രേക്ഷിത ദൗത്യം നേരിടാൻ പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ ശിഷ്യന്മാർ എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്നതാണ്. പ്രതിയോഗികൾ ഉയർത്തുന്ന പീഡനങ്ങളിൽ നൽകപ്പെടുന്ന ദൈവിക സംരക്ഷണത്തെയാണ് ഈ വചനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രാരംഭ ദിശയിൽ ദൈവവചന പ്രഘോഷണത്തിൻ്റെ ആധികാരികത വെളിപ്പെടുത്തുന്ന അടയാളങ്ങളായിരുന്നു അത്ഭുതങ്ങൾ. മഹാനായ വിശുദ്ധ ഗ്രിഗറിയുടെ വാക്കുകൾ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവ് ചിലപ്പോഴൊക്കെ ആന്തരിക വിശുദ്ധിയുടെ അടയാളമാകാമെങ്കിലും ആന്തരിക വിശുദ്ധി എപ്പോഴും അത്ഭുത പ്രവർത്തന സിദ്ധി നൽകണമെന്നില്ല. യേശു ശിഷ്യർ ശക്തമായ ദൈവവചന പ്രഘോഷണത്തിലൂടെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് തിന്മയെ നീക്കം ചെയ്യുമ്പോഴെല്ലാം അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കുന്നു എന്നാണ് മഹാനായ വിശുദ്ധ ഗ്രിഗറി പറയുന്നത്. ബൈബിൾ ശരിയാംവിധം പഠിക്കുന്നവർ പാഷണ്ഡതകൾ നിറഞ്ഞ വിഷലിപ്തമായ പുസ്തകങ്ങൾ വായിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്താലും അവർക്ക് ഉപദ്രവമുണ്ടാകുന്നില്ല എന്ന്, മാരകമായി എന്തു കുടിച്ചാലും എന്ന പ്രയോഗത്തെ അടിസ്ഥാനമാക്കി മഹാനായ പണ്ഡിതനായ വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിക്കുന്നു. ശിക്ഷകണത്തിന് പ്രേക്ഷിത ദൗത്യം പരമേൽപ്പിച്ച യേശുനാഥ, വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും ഞങ്ങളിൽ നിന്ന് പിഴുതെറിയണമേ. ലോകമെങ്ങുമുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നതിന് ജീവിത സാക്ഷ്യവും ജീവിത വിശുദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.